ഇപ്പൊ ഈ ഒറ്റക്കാര്യം ചെയ്താൽ മതി. എവർക്കിതിൽ പങ്കുണ്ട്. ഇവരുടെ ഒരാളെ പോലും വാസുവിനെ പുറത്താക്കുന്നില്ല, പത്മകുമാറിനെ പുറത്താക്കുന്നില്ല. സുധീഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വാസുവിനെ എവിടുന്ന് പുറത്താക്കാരാ? വീട്ടിൽ നിങ്ങളുടെ പാർട്ടിയല്ലേ? നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കൊളക്കട പഞ്ചായത്ത്. രാജുപ്രകാരം ഫ്രീ ആക്കി വിടാം. അങ്ങനെ കാണിക്കും ഞങ്ങൾ പറയില്ല. പക്ഷെ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഈ കൊള്ളക്കാരെ നിങ്ങൾ എന്തിന് സംരക്ഷിക്കണം? തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഒരു പാർട്ടിയാണ് 2026. അല്ലെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ശബരിമല വിഷയം തിരിച്ചടിയായി. എന്നിട്ടും ഈ കൊള്ളക്കാരെ രക്ഷിക്കാൻ ഇവർ എന്തിന് നിലപാടെടുക്കണം? ഒരു ഇലക്ഷൻ ഇയറിൽ ജനങ്ങളെ ഇവർക്ക് ഇത്രമാത്രം ഭയമില്ലേ? ഇത്രമാത്രം ജനകീയമായ പ്രശ്നമായി മാറിയിരിക്കുന്നു. ഭക്തന്മാരെ തീവ്രമായ വികാരത്തിൽ പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും ശബരിമല കൊള്ളയിൽ പെട്ടുപോയ പ്രതികളെ കയ്യാമം വയ്ക്കാൻ ഇവര് പറഞ്ഞിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. ആ കമ്മിറ്റ്മെന്റിൽ ഇവർക്ക് ആത്മാർത്ഥത ഇല്ലെന്നാണോ മധു സംശയം? അതെ, ഇല്ല, ഇവർക്ക് ആത്മാർത്ഥയില്ല. അത് ഹൈക്കോടതി തന്നെ പലവരും പറഞ്ഞു. കാരണം SITയെ ഇവർ നേരെ വിടുന്നില്ല. ഇവർ അതിൽ വെള്ളം ചേർക്കാണ്. അത് ഹൈക്കോടതി അല്ല. അങ്ങ് ഒന്നും നിൽക്കുക, ഞാൻ പറയട്ടെ പ്ലീസ്. അങ്ങ് എന്റെ ബഹുമാനായ വ്യക്തിയാണ്. എനിക്ക് ആ ബഹുമാൻ രാജ്യപ്രകാരനോട്. അപ്പൊ ഞാൻ പറയാണ്, അതായത് ഹൈക്കോടതി എത്ര തവണ, അങ്ങക്ക് അറിയാമല്ലോ, എത്ര തവണ ഇടപെട്ടു. ഹൈക്കോടതി എന്തെല്ലാം പറഞ്ഞു. എന്നിട്ട് ജാമ്യത്തിന് പോയ മുൻ ദേവസ്വം പ്രസിഡന്റിനോട് അത് ചോദിച്ചു, അയ്യപ്പനെ കൊള്ളയടിച്ചിട്ട് നാണമില്ല ജാമ്യത്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ അന്വേഷണം അതിൻ്റെ യഥാർത്ഥ രീതിയിലല്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം തെറ്റായ വഴി പോകുന്നതാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. അത് കോടതി 2-3 തവണ SIT ED വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. SITയുടെ അന്വേഷണം തൃപ്തികരമല്ല, നിങ്ങൾ ശരിയായ രീതിയിലല്ല. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ആദ്യത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിനെയും വിജയകുമാറിനെയും അത് KP ശങ്കരദാസിനെയും ഈ കേസിലെ പ്രതികളായിട്ടാണ് കോടതി കണ്ടെത്തിയത്. അവരെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു. ചോദ്യം ചെയ്തതിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കേസ് ട്വിസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ ഉന്നത ഇടപെടലുണ്ടായി. SITക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായി. പിന്നീട് 1.5 മാസം കഴിഞ്ഞാണ് KP ശങ്കരദാസിനെ. അതായത് SITയിൽ ഇടപെടലും സമ്മർദ്ദം ഉണ്ടായി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ പ്രചാരണമായിട്ടല്ലേ ഇത് വരിക? അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതിക്കും രാഷ്ട്രീയമുണ്ട്. അവരത് 3 തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമല്ല, ഇതിൽ വ്യക്തമായ ഒരു അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൽ പുറത്തു വരേണ്ട വസ്തുതകൾ എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കെല്ലാം ഉത്തമമായ ബോധ്യമുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു വരുന്നില്ല.